നമസ്കാരം. യുഎസുമായൊരു ഏറ്റുമുട്ടലിനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തുന്ന ഉയർന്ന തീരുവയ്ക്കെതിരെ ശക്തമായ നിലപാട് പുലർത്തുമെന്ന് ചൈന അറിയിച്ചിരിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 125% യുഎസ് ഉയർത്തിയതിനു പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം. വ്യാപാര യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന പരസ്യ പ്രഖ്യാപനമാണ് ചൈന നടത്തിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ട്രംപ് ഭരണകൂടത്തിന്റെ നിന്ദ്യമായ നടപടികൾക്കെതിരെ ലോക വ്യാപാര സംഘടനയിലും ചൈന പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ ചൈനയുടെ നിലപാട് വ്യക്തവും ശക്തവുമാണ്. ചർച്ചയ്ക്ക് യുഎസ് ഒരുക്കമാണെങ്കിൽ ചൈനയുടെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കും. പക്ഷേ ചർച്ചകൾ പരസ്പര ബഹുമാനവും സമത്വവും മുൻനിർത്തിയുള്ളതാകണം. സമ്മർദ്ദം, മുന്നറിയിപ്പുകൾ, ഭീഷണി തുടങ്ങിയവയൊന്നും ചൈനയുമായി ഇടപെടുന്നതിനുള്ള ശരിയായ മാർഗങ്ങളല്ല. ചൈനീസ് വാണിജ്യ മന്ത്രാലയം വക്താവ് ഹി യോങ് കിയാൻ പറഞ്ഞു. വ്യാപാര യുദ്ധത്തിനായി യുഎസ് ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ചൈനയും അതേ നിലപാട് സ്വീകരിക്കുമെന്നും യോങ് കിയാൻ കൂട്ടിച്ചേർത്തു. വ്യാപാര യുദ്ധത്തിൽ വിജയികളില്ലെന്നും അവർ ആവർത്തിച്ചു. ട്രംപിന്റെ ഏറ്റവും പുതിയ നടപടി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലിന്റെ ആഴം കൂട്ടിയിരിക്കുകയാണ്. ചുങ്കം ഏർപ്പെടുത്തുന്നതിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും 90 ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചപ്പോൾ ചൈനയെ ട്രംപ് ഒഴിവാക്കിയില്ല. യുഎസ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം നേരത്തെ പ്രഖ്യാപിച്ച 34% നിന്ന് 84% ചൈന വർദ്ധിപ്പിച്ചതിനു പകരമായാണ് ചൈനയുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഷ്യം. ആഗോള വിപണിയിൽ ചൈന മറ്റു രാജ്യങ്ങളോട് പുലർത്തുന്ന ബഹുമാനക്കുറവാണ് ചൈനയുടെ മേൽ അധിക നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള കാരണമെന്നാണ് ട്രംപ് പറയുന്നത്. തിരിച്ചും തീരുവ വർദ്ധിപ്പിച്ചാൽ അധിക ചുങ്കം ഏർപ്പെടുത്തുമെന്നും അല്ലാത്ത പക്ഷം 90 ദിവസം ചുങ്കം വർദ്ധിപ്പിക്കുന്നത് നിർത്തിവെക്കാമെന്നും രാജ്യങ്ങളെ അറിയിച്ചു. തിരികെ നികുതി വർദ്ധിപ്പിക്കാതെ സഹകരിച്ച രാജ്യങ്ങളെ അധിക നികുതിയിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ ചൈന അതിനെതിരെ പ്രവർത്തിച്ചതിനാലാണ് തീരുവ വർദ്ധിപ്പിച്ചതെന്നും ട്രംപ് പറഞ്ഞു. വ്യാപാര പങ്കാളികൾ ഉൾപ്പെടെ 60ഓളം രാജ്യങ്ങൾക്ക് ട്രംപ് പകര ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ഇത് ബുധനാഴ്ച നിലവിൽ വരികയും ചെയ്തിരുന്നു. അതാണിപ്പോൾ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് യുഎസ് ചുമത്തിയത് 26%, ചൈനയ്ക്ക് 34%. എന്നാൽ അതിനു മുമ്പ് 2 തവണയായി ചുമത്തിയ 10% വീതം തീരുവ കൂടി ചേർന്നപ്പോൾ അത് 54%. ഇതിനുള്ള മറുപടിയായി ചൈന യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് 34% ഇറക്കുമതി തീരുവ ചുമത്തി. ക്ഷുഭിതനായ ട്രംപ് ചൊവ്വാഴ്ച ചൈനയ്ക്ക് 50% തീരുവ കൂടി ചുമത്തി. അതോടെയാണ് ചൈന യുഎസിന് നൽകേണ്ട ഇറക്കുമതി തീരുവ 104%. ഇത് ബുധനാഴ്ച നിലവിൽ വരികയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതികാര നടപടിയായി യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് 84% തീരുവ ചുമത്തുന്നതായി ചൈനീസ് മന്ത്രാലയം അറിയിച്ചത്. മണിക്കൂറുകൾക്കകം ചൈനയ്ക്കുള്ള തീരുവ 125% ട്രംപ് തിരിച്ചടിക്കുകയും ചെയ്തു. ചൈന ഇതിനോട് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ചൈനയ്ക്ക് മേൽ ചുമത്തിയ മൊത്തം ചുങ്കം ഇപ്പോൾ 145% വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. അതുപോലെ ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന പകരച്ചുങ്കം 90 ദിവസത്തേക്ക് മരവിപ്പിച്ച തീരുമാനവും നിലവിൽ വന്നതായി വൈറ്റ് ഹൗസ് ഉത്തരവ് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ വ്യാപാര യുദ്ധം കനക്കുകയാണ്. ട്രംപിന്റെ തീരുമാനങ്ങൾ ലോകം ശ്രദ്ധയോടെ നോക്കിക്കാണുകയാണ്.